അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളൊക്കെ അടുത്തതുകൊണ്ട് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ്സ് ആണ്, ഷായി തുക്ട. അതിന് ആവശ്യമായ സാധനങ്ങള് 5 കപ്പ് പാല്, 9 ബ്രെഡ്, അത് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര, ബദാം, ഏലക്കായ, ഗീ, കോൺഫ്ലോർ പൊടി, ഫുഡ് കളർ. അങ്ങനെ ഇത് നമുക്ക് ആദ്യം ബ്രെഡ് പൊരിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കി ഒരു ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചൂടായിട്ടുണ്ട്. ഇതിൽ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, വേണമെങ്കിൽ ഡീപ് ഫ്രൈയും ചെയ്യാം. ഗീക്കും അതിൽ ഓയിലും ഉപയോഗിക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കൊടുക്കുക. 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മെല്ലെ മെല്ലെ ഇത് കുറുക്കിയെടുക്കാം. പാല് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. അതുകൂടെ ഒന്ന് കലക്കണം, കട്ടിയില്ലാതെ കലക്കിയെടുക്കാം. ഇതിലേക്ക് കളറും കൂടി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക, കളക്കുക. ഇത് മെല്ലെ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. 1 ലിറ്റർ പാല് ഒരു 1/2 ലിറ്റർ പാലായിട്ട് കുറുകി വരണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ടേസ്റ്റേ മാറിപ്പോകും. പിന്നെ കഴിയുന്നത് അടികട്ടിയുള്ള പാത്രം എടുക്കുക, എന്നാൽ അടിക്ക് പിടിക്കൂല. ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക. എടുത്തു വെച്ച ബദാമിൽ നിന്ന് പകുതി ബദാം ചേർത്ത് കൊടുക്കുക. പകുതി ഗാർണിഷിന് വേണ്ടി വെക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. കുറുകി കട്ടിയായി നല്ല ക്രീമി ആയി വന്ന് ഈ ഒരു കട്ടിയാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഒരു ലെയറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയറിൽ ബാക്കിയുള്ള ബ്രെഡും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നല്ലപോലെ വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 10 പീസ് എടുത്തിട്ട് ഫുള്ളില്ലാതെ. വലിയ സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിയാൽ 10 പീസിന് ഇത് കംപ്ലീറ്റ് ആവും. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കാം. ഷായി തുക്ട ഫ്രിഡ്ജിൽ വെച്ച് തണുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഷായി തുക്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.